Alauddin the Antidote. That's right. പോലീസുകാരെ കണ്ട അപ്പന്റെ തലയിലേക്ക് ഒരു പെരുപ്പ് കയറും. എന്റെ കയ്യിലെടുപ്പിന്റെ ഗുണം തന്നെ. അയ്യോ, അവരിങ്ങോട്ടാണല്ലോ വരുന്നത്. ജാസ്മിനെ കണ്ട പ്രശ്നവും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അയ്യോ, ജിംബു മുങ്ങിയോ? അവൻ ഒറ്റയ്ക്ക് മുങ്ങിയോ? അവൻ മാത്രം മുങ്ങി. ആ കാര്യങ്ങൾ ഓർക്കുമ്പോ വല്ലാത്തൊരു ഭയമുണ്ട് നസീർ. അത് സ്വാഭാവികമാണ്. പക്ഷേ പ്രശ്നം അതല്ല. മകൾ മിസ്സായ കാര്യം നസീർ അറിഞ്ഞിട്ടില്ല. തൽക്കാലം അറിയാനും പാടില്ല. ഒരു റിക്വസ്റ്റ് ഉണ്ട്. കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോ ജാസ്മിന്റെ കാര്യം മെൻഷൻ ചെയ്യാതെ നോക്കണം. ഓക്കെ? പേടിക്കണ്ട, എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. എന്നെ കണ്ട അപ്പ കാശ് കടം ചോദിക്കും. ഒന്നും വിചാരിക്കല്ലേ. ഫലം മാറിപ്പോയി. പോലീസായിരുന്നു. സോറി കേട്ടോ. ഈ ജീവൻ ഇത് എവിടെ പോയി കിടക്ക? ഇനി രാജകുമാരി ആരും കാണില്ല. എന്നാലോ രാജകുമാരിക്കെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാം. നമുക്ക് മധ്യത്തിൽ ഇങ്ങനെ ഒരു തിരശീലയുണ്ടെന്ന് ആരും അറിയില്ല. ഇനി അവർ ഉണർന്നോട്ടെ. നസീറിനോട് ഇവർക്കെന്തോ ചോദിക്കണോ? അവൻ തന്നെയല്ലേ മിസ്റ്റർ നസീറിനെ ഡ്രൈവ് ചെയ്ത് വരുമ്പോ പെട്ടെന്ന് അയാൾ മുന്നിൽ സമ്മതം പോലും ചോദിക്കാതെ എന്റെ കാലിൽ കയറി. ടെൻഷൻ കാരണം ആക്സിഡന്റ് ഉണ്ടാവും തോന്നിയപ്പോ അയാൾ പറഞ്ഞതുപോലെ ഞാൻ മാറിയിരുന്നു. പിന്നെ ഡ്രൈവ് ചെയ്തത് അയാളാ. ഒക്കെ പിന്നെ അയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് അയാൾ കാറും കൊണ്ട് പോയി. ഓർമ്മ വന്നപ്പോ ഞാനിവിടെയാ. എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ വരില്ലല്ലോ. നസീർ ഒന്ന് ഓർത്തു നോക്കി. അയാൾ നസീറിന്റെ മകളുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? ജാസ്മിന്റെ കാര്യം? ഇല്ല. എന്താ സാർ അങ്ങനെ ചോദിച്ചേ? നമ്മുടെ മോൾക്കൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് മറന്നോ? ഹെഡ് മിസ്ട്രസിന്റെ വീട്ടിലാക്കിയിരിക്കല്ലേ. ഫ്രൈഡേ ഈവനിങ് കൂട്ടിക്കൊണ്ടുവരും. ചേട്ടാ മൊട്ടത്തലയാ, എവിടെയാടാ നീ? മുന്നോട്ട് കയറിപ്പോയോ? പേടിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. എത്രയും വേഗം പോണം. മമ്മി ഡാഡി എന്നോട് മിണ്ടിന് കൂടിയില്ല. സാരമില്ല, നമുക്ക് പിന്നെ വരാം. ഇപ്പൊ ആരെങ്കിലും കണ്ട പ്രശ്നമാവും. വാ, ഞാൻ കുഞ്ഞാക്ക് ഒരു മുട്ട കൊണ്ട് കൊടുത്തിട്ട് വരാം. പിന്നെ ആവാം. വാ.